ബിസിനസ് എല്ലാം കണ്ടപ്പോൾ ഫുള്ള് തിയറി ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ആപ്പിൾസ് കിട്ടില്ല വിചാരിച്ച് തോന്നി. അതായത് കൂടുവാണോ കുറയണില്ലേ? കൂടി വന്നു. ഓൺ എക്സാമിന് കുറവായിരുന്നു മാർക്ക്. അതിനുള്ള ഒരു ചേതോ വികാരം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് എജുപോർട്ട് ജോയിൻ ചെയ്തത്? 10ാം ക്ലാസ്സിൽ. അപ്പം ഈ +1 ജേണിയിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും ഡിഫിക്കൽട്ടീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിജീവിച്ചത്? എങ്ങനെ അതിനെ കുറച്ചും കൂടി പഠനത്തിലോട്ട് ഫോക്കസ് ചെയ്യാൻ സഹായിച്ചത്? അങ്ങനെ ഈ വർഷത്തെ +1 റിസൾട്ട് വന്നതിന് ശേഷം എജുപോർട്ട് കൊമേഴ്സിലെ ഒരു വിദ്യാർത്ഥി ഞങ്ങളെ കാണാനായിട്ട് എജുപോർട്ടിലെത്തി. ആരാന്നല്ലേ? ഞങ്ങൾക്ക് തലശ്ശേരിയിൽ നിന്നും വന്നിട്ടുള്ള ഷാഹിദാണ് എത്തിയിട്ടുള്ളത്. ഷാഹിദ് +1 ഞങ്ങളുടെ സൂപ്പർ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പൊ +2 ഞങ്ങളുടെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഈ സന്തോഷം അറിയിക്കാൻ വേണ്ടി തലശ്ശേരിയിൽ നിന്ന് ഇവിടം വരെ എത്തിയ ഷാഹിദിനോട് തന്നെ നമുക്ക് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാലോ. ഷാഹിദ്, എങ്ങനെ ഉണ്ടായിരുന്നു +1 റിസൾട്ട്? അടിപൊളിയായിരുന്നു. അടിപൊളി മീൻസ് കുഴപ്പമില്ല, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. നല്ല മാർക്ക്. ഇത് ഫുൾ എ പ്ലസ് ആയിട്ടാണ് ഷാഹിദ് വന്നിട്ടുള്ളത്. മാർക്ക് എത്ര ഉണ്ടായിരുന്നു? 560 മാർക്ക്. 548 മാർക്ക്. യെസ്, അറൌണ്ട് 98% അടുത്ത് മാർക്ക് ഉണ്ട് അല്ലേ? അപ്പൊ ഷാഹിദ് ഇത്രയും നല്ല മാർക്ക് മേടിച്ച ആദ്യം തന്നെ ഞാൻ എന്റെ കൺഗ്രാചുലേഷൻസ് അറിയിക്കുന്നു. ഓക്കെ, അപ്പം ഇനിയും ഇതുപോലത്തെ വലിയ റിസൾട്ട് ഉണ്ടാക്കണം. അപ്പൊ ഇപ്പൊ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഷാഹിദിന് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അപ്പൊ നമുക്ക് അതിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് +1 റിസൾട്ട് ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യല്ലോ, ടെസ്റ്റ് ചെയ്യല്ലോ. ചെക്ക് ചെയ്തപ്പോൾ ആദ്യമായിട്ട് റിസൾട്ട് ഇങ്ങനെ മുമ്പിലോട്ട് വരികയാണ്. ഗ്രേഡ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? കാരണം അത് +2 വരുള്ളൂ. അപ്പൊ ഈ മാർക്ക് ഇത്രയുണ്ട്. അക്കൗണ്ടൻസിക്ക് ഫുൾ മാർക്കാണ്, എക്കണോമിക്സിന് ഫുൾ മാർക്കാണ്, ലാംഗ്വേജിന് ഫുൾ മാർക്കാണ്. അപ്പൊ ബാക്കി വിഷയങ്ങളിലാണ് ഈ 3 വിഷയങ്ങളിലാണ് 12 മാർക്ക് പോയിരിക്കുന്നത് അല്ലേ? ഈ റിസൾട്ട് ആദ്യം കണ്ടപ്പോൾ ഷാഹിദിന്റെ മൈൻഡിലോട്ട് വന്ന ആ തോട്ട് എന്തായിരുന്നു ഫസ്റ്റ്? അക്കൗണ്ടൻസിലും ഫുൾ മാർക്ക് ഉണ്ടാവും ഓൾറെഡി പ്രതീക്ഷിച്ചിരുന്നു, കോൺഫിഡന്റ് ആയിരുന്നു. അക്കൗണ്ടൻസിൽ കോൺഫിഡൻസ് ആയിരുന്നു. ഓക്കെ, എക്കണോമിക്സിൽ അത്ര കോൺഫിഡൻസ് അല്ലായിരുന്നു. പക്ഷെ ഫുൾ മാർക്ക് ഉണ്ട്. അത് ലാസ്റ്റത്തെ ഒരു എസ്എ ക്വസ്റ്റ്യൻ എല്ലാം ചെറിയായിട്ടുള്ള പക്ഷെ ഫുൾ മാർക്ക് കിട്ടി. ഫുൾ മാർക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ ബിസിനസ് ഫുള്ള് തിയറി ആയതുകൊണ്ട് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. A+ ആവുന്നു പ്രതീക്ഷ കിട്ടി. A+ കിട്ടി. ഓക്കെ, അപ്പം ആദ്യമായിട്ട് മൈൻഡിൽ വന്ന ഒരു തോട്ട് എന്തായിരുന്നു? ഒരു ഭയങ്കര സന്തോഷമാണോ അതോ ഈ 12 മാർക്ക് പോയതിന്റെ വിഷമം? സന്തോഷമാണ്. ഓക്കെ, പ്രതീക്ഷയിലും കൂടുതൽ മാർക്കാണ് കിട്ടിയത് അല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയും മാർക്ക് കിട്ടിയത് കൊണ്ട് ചോദിക്കുകയാണ് ഒരു കാര്യം. +1 ആ മുഴുവൻ ജേണിയും ഒരൊറ്റ വാക്കി പറയാൻ പറഞ്ഞ എങ്ങനെയായിരിക്കും? +1 ആ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? അതായത് മുഴുവൻ ഒരൊറ്റ സ്റ്റുഡന്റ് ജേണി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എങ്ങനെയുണ്ട്? ബുദ്ധിമുട്ടാണ്. +1 മൊത്തത്തിലൊരു അതായത് SLC കഴിഞ്ഞ് ആദ്യമായിട്ട് കൊമേഴ്സ് എന്നൊരു സ്ഥലത്തേക്ക് വരികയാണ്. കാണുന്നതൊക്കെ മുഴുവൻ പുതിയ സബ്ജക്റ്റുകൾ, ഇന്ന് വരെ കാണാത്ത പുതിയ അവതാരങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഉള്ള ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ഇപ്പൊ നല്ല മാർക്ക് എത്തി നിൽക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? ബുദ്ധിമുട്ടാണ് തോന്നി ഫസ്റ്റ് തുടക്കത്തിൽ. അപ്പൊ ഇപ്പം +1 കുട്ടികൾ കേൾക്കേണ്ട ഒരു കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് തുടക്കത്തിൽ ബുദ്ധിമുട്ടാന്ന് തോന്നി, പക്ഷെ ഇപ്പം 548 മാർക്ക് മേടിച്ചിട്ടാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ബിസിനസ് എല്ലാം കണ്ടപ്പോൾ ഫുള്ള് തിയറി ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്, A+ കിട്ടില്ല വിചാരിച്ചു. ഓക്കെ, പക്ഷെ അത് പഠിച്ചാൽ കിട്ടും, പഠിച്ചാൽ എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അക്കൗണ്ടൻസി ഒക്കെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? ഒരു തുടക്കത്തിലല്ലോ ഈ സിമ്പിൾ ആയിരുന്നു, പക്ഷെ ലാസ്റ്റത്തെ ബാലൻസ് ഷീറ്റ് എല്ലാം വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ കിട്ടും, പഠിച്ചാൽ കിട്ടും. ഓക്കെ, എക്കണോമിക്സ് ആദ്യം തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ജേണി പറയാമോ? അതായത് എങ്ങനെയായിരുന്നു ഓൺ എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം, അതിനുശേഷം ഫൈനൽ, ഇതൊക്കെ എല്ലാം അറ്റൻഡ് ചെയ്തിരുന്നോ? എല്ലാം എഴുതി. അപ്പൊ അതില് ഒരു ഡിഫറൻസ് തോന്നിയിരുന്നു? ആദ്യം ഓൺ എക്സാമിന് ഇത്ര മാർക്ക്, പിന്നെ ക്രിസ്മസ് എക്സാമിന് ഡിഫറൻസ് തോന്നി. അതായത് കൂടുവാണോ കുറയണേ? ഇതേ കൂടി വന്നു. ഓൺ എക്സാമിന് കുറവായിരുന്നു മാർക്ക്. ഓൺ എക്സാമിന് കുറഞ്ഞു പോയി. ഇതെത്തിയപ്പോ ക്രിസ്മസ് എക്സാം എത്തിയപ്പോ കുറച്ച് മാർക്ക് ഉണ്ടായിരുന്നു. ഫൈനലിൽ എത്തിയപ്പോ കുറച്ചുകൂടി മാർക്ക് കിട്ടി. ഓക്കെ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എജുപോർട്ടിൽ ആദ്യമായി ജോയിൻ ചെയ്യുന്നപ്പോഴാണ് +1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ജോയിൻ ചെയ്തു. അതിനുള്ള ഒരു ചേതോ വികാരം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് എജുപോർട്ട് ജോയിൻ ചെയ്തത്? 10ാം ക്ലാസ്സിൽ ലാസ്റ്റ് സമയത്ത് നോട്ട്സ് 99 റുപ്പീസിന് പർച്ചേസ് ചെയ്തു. ആപ്പ് പർച്ചേസ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിലുള്ള നോട്ട്സും ഇതെല്ലാം കണ്ടപ്പോ +1 അതിൽ ജോയിൻ ചെയ്തു. എന്തുകൊണ്ട്? ഒരു ഓഫ്ലൈൻ സ്ഥാപനങ്ങൾക്ക് വീടിനടുത്തുണ്ടാവില്ലേ ട്യൂഷൻ കൊടുക്കുന്നത്? അവിടെ സെലക്ട് ചെയ്യാതെ എജുപോർട്ട് സെലക്ട് ചെയ്യാൻ കാരണം? നിങ്ങളെ ക്ലാസ് അടിപൊളിയാണ്, അതുകൊണ്ട് എജുപോർട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് അപ്പൊ എജുപോർട്ടിന് മുമ്പ് SLC ഒക്കെ പഠിക്കുന്ന സമയത്തും എജുപോർട്ടിൽ ജോയിൻ ചെയ്തതിന് ശേഷവും ഒരു ഡിഫറൻസ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അത് കുറച്ച് പെട്ടെന്ന് മനസ്സിലാവുന്ന പോലെ തോന്നുന്നുണ്ട്. ക്ലാസ് ഒക്കെ എജുപോർട്ടിന്റെ ആപ്പിൽ ആദ്യം ക്ലാസ് കണ്ട ശേഷം അത് സ്കൂളിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ എജുപോർട്ടിൽ കണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എളുപ്പത്തിൽ. അപ്പൊ ഇനി കുറച്ച് കരിയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വൈ കൊമേഴ്സ്? എനിക്ക് മാത്സിനോട് ഭയങ്കര താല്പര്യമാണ്. പിന്നെ കൊമേഴ്സ് ഫീൽഡിലേക്കാണ്. മാത്സിനോട് താല്പര്യമുള്ളതുകൊണ്ട് കൊമേഴ്സ് എടുത്തോ?
മാത്സിനോട് ഭയങ്കര താല്പര്യമാണ്. പിന്നെ കൊമേഴ്സ് ഫീൽഡിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിൽ എടുക്കണമെന്ന് ആഗ്രഹം. പ്രൊഫഷണൽ കോഴ്സുകൾ അങ്ങനെ അല്ലേ. അപ്പം SLC കഴിഞ്ഞപ്പോഴേ കൊമേഴ്സിലെ പ്രൊഫഷണൽ കോഴ്സിനോട് എന്ത് ചെയ്തു, ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നുണ്ട്. ഏതാണ് ആ ഒരു പർട്ടിക്കുലർ? CA എടുക്കണം. CA, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്നാണ് ആഗ്രഹം. ഓക്കെ. അപ്പം എന്തുകൊണ്ട് CA എടുക്കണം തീരുമാനിച്ചു? അല്ലെങ്കിൽ CAയിൽ എന്താണ് കണ്ടത് സ്പെഷ്യാലിറ്റി? ലക്ഷങ്ങൾ ഒപ്പ് അതൊന്നുമല്ല, ഒരു പേരാണല്ലോ CA എടുത്തതിൽ. ഓക്കെ, ഒരു പവറാണ്. ഓക്കെ. അപ്പം റെസ്പെക്ട് ഉണ്ടാവും സൊസൈറ്റിയിലും ആണല്ലേ. അപ്പൊ ആ ഒരു സാധനം മുന്നിൽ കണ്ടാണ് CA എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി കൊമേഴ്സ് ആദ്യം തന്നെ ഓപ്റ്റ് ചെയ്തു. പക്ഷെ സയൻസ് എടുത്താലും CAക്ക് പോകാമായിരുന്നു. പക്ഷെ അതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ഇതാണെന്ന് തോന്നി. അതായത് 10ലെ നമുക്കൊരു അംബീഷൻ ഉണ്ടെങ്കിൽ, 10ലെ നമുക്കൊരു ഗോള് നമ്മുടെ ഫിക്സഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൾട്ടിപ്പിൾ ഓപ്ഷൻസിലേക്ക് പോകണ്ടെന്നുള്ളതാണ് നല്ലത്. അപ്പൊ അങ്ങനെ CA ലക്ഷ്യം വെച്ച് കൊമേഴ്സ് എടുത്തു. അപ്പൊ കൊമേഴ്സിലോട്ട് ഇറങ്ങി ചെന്നപ്പം സ്റ്റിൽ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം എളുപ്പമാണ്. ഓക്കെ. അപ്പം ഈ +1 ജേണിയിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും ഡിഫിക്കൽട്ടീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, അതായത് എനിക്ക് CA തന്നെ എത്താൻ പറ്റും, അല്ലെങ്കിൽ ഈ റിസൾട്ട് ഇപ്പൊ ജനറേറ്റ് ചെയ്ത റിസൾട്ട് ഇല്ലേ, ആ റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ടാണ്, ആ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആദ്യം ബുദ്ധിമുട്ടാൻ തോന്നിയപ്പോഴും ആ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ കുറച്ച് കുറവാണെങ്കിലും പകുതി എത്തിയപ്പോൾ കോൺഫിഡൻസ് കൂടി. കാരണം നിങ്ങളെ ക്ലാസ് എല്ലാം അടിപൊളിയാണ്, എജുപോർട്ടിൽ ഉണ്ടായിരുന്നു, എളുപ്പത്തിലായിരുന്നു. അപ്പൊ അതിനൊരു തെളിവ് തന്നെയാണ് സൽസബീൻ സാറിന് അയച്ച മെസ്സേജ്. സൽസബീൻ സാറിന് മെസ്സേജ് അയക്കുമ്പോൾ അത്രയും കോൺഫിഡന്റ് ആയിരുന്നു, കാരണം ഫുൾ A+ നേടും എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ശേഷം റിസൾട്ട് വന്നതിന് ശേഷം സാറിന് മെസ്സേജ് അയച്ചു. യെസ്. അപ്പം ആ ഒരു കോൺഫിഡൻസ് വളരെ എന്താ പറയാ, അഭിനന്ദനാർഹമാണ്. കുറെ കുട്ടികൾക്ക് വേണ്ടതും അതാണ്. ഓക്കെ. ചില കുട്ടികളൊക്കെ അയ്യോ കൊമേഴ്സ് എടുത്ത് പെട്ടുപോയല്ലോ, സംഭവം എളുപ്പമാണെന്ന് അവർ മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യില്ല, കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ഓക്കെ. അപ്പൊ അതിന് ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആണ് നമ്മുടെ ഷാഹിദ്. ഇനി നമ്മുടെ വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഇതിന്റെ സീക്രട്ട് എന്താണ്? അതായത് ഈ ഒരു +1 കൊമേഴ്സ് എടുത്ത ഈ ജേണിയിൽ 548 മാർക്ക് അച്ചീവ് ചെയ്തു, അതെങ്ങനെ നേടി? അതിന്റെ പുറകിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? അതായത് നിങ്ങളുടെ സ്റ്റഡി ടെക്നിക്സ്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ? പഠിച്ച കാര്യങ്ങൾ പിന്നീട് റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം ഒരു വട്ടം നമ്മുടെ സാധനം പഠിച്ചാൽ അത് നമ്മൾ റിവൈസ് ചെയ്യുന്നില്ല എങ്കിൽ ആ പഠിച്ച സമയം വേസ്റ്റ് ആണ് ആക്ച്വലി, അല്ലേ? അപ്പൊ റിവിഷൻ ഒരു കൃത്യമായ രീതി ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു റിവിഷൻ ചെയ്തോണ്ടിരുന്നത്? റിവിഷൻ പഠിച്ചപ്പോൾ നിങ്ങളെ 1 ഷോട്ട് വീഡിയോ എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കണ്ടു. പിന്നെ നിങ്ങൾ അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ, അത് ചെയ്യുമ്പോൾ തന്നെ ആ ടോപ്പിക്കിന്റെ എല്ലാ കാര്യങ്ങളും കിട്ടും. ഒരു റിവിഷൻ ആയിട്ട് കിട്ടും. ഓക്കെ. പിന്നെ നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു? ഓക്കെ. അതിനുശേഷം സ്കൂളിൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് എക്സാം പ്രാക്ടീസും കിട്ടി. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടെക്നിക് ഉണ്ടോ? എന്തെങ്കിലും ടൈം മാനേജ് ചെയ്യുന്നത്? ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ എന്താ അറിയോ, ഇൻസ്റ്റയിൽ ഒരുപാട് സ്ക്രോളിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ലേ? ചെറുതായിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് അതിജീവിച്ചത്? എങ്ങനെ അതിനെ കുറച്ചും കൂടി പഠനത്തിലോട്ട് ഫോക്കസ് ചെയ്യാൻ സഹായിച്ചത്? എങ്ങനെയാണ്? ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വെക്കല. പഠിക്കാതിരിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ അതിലേക്ക് പിന്നെയും വരും, അറിയാതായി പോകും. അപ്പോൾ സ്വിച്ച് ഓഫ് ആക്കുക എന്നുള്ളതാണ് ഷാഹിദ് കണ്ടുപിടിച്ച അവിടുത്തെ ഒരു ഓപ്ഷൻ, അല്ലേ? അപ്പോൾ കുറെ കുട്ടികൾക്ക് അത് പറ്റി നോക്കാട്ടോ, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക പഠിക്കുമ്പോൾ. അപ്പോൾ ഒരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് പോയിട്ട് ഇവിടെ ലാപ്പിലോ അങ്ങനെ ഒരു ക്ലാസ് കാണുന്നതായിരിക്കുക. അപ്പോൾ അത് എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ക്ലാസ് കാണുമ്പോൾ നിങ്ങള് ആപ്പിൽ കയറുമ്പോൾ നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല, ഒരു ഫീച്ചർ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കാതെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എജുപോർട്ടിന്റെ ക്ലാസ് കാണണം, അപ്പോൾ എജുപോർട്ടിന്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുമോ? ഇല്ല, അത് നിങ്ങൾ ആപ്പിൽ തന്നെ അത് ചെയ്യുമായിരുന്നു, ആ ഫീച്ചർ ഉപയോഗിക്കുമായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ എജുപോർട്ട് ആപ്പിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് ഫോണിന്റെ മൊത്തം നോട്ടിഫിക്കേഷൻ എജുപോർട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ നിന്ന് മറ്റൊരു നോട്ടിഫിക്കേഷൻ വരാത്ത ഓപ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്തിരുന്നു. യെസ്, അത് വളരെ നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റയിലോട്ടൊക്കെ സ്ക്രോൾ ആയി പോകും. ഓക്കെ. അപ്പോൾ ഈ കൊമേഴ്സ് ജേണിയിൽ +1 തൊട്ട് ഇപ്പൊ +2 തുടങ്ങിയില്ലേ, നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഒറ്റ ചലഞ്ച്, ഒറ്റ ബാക്കി ചോദിച്ചാൽ എന്താണ് എനിക്ക് ചലഞ്ച്? ലാംഗ്വേജ് എക്സാമിനെല്ലാം എഴുതി ഫുള്ളാക്കാൻ പറ്റാത്തൊരു പ്രശ്നം വരും. ലാംഗ്വേജ് എക്സാമിന് ഇംഗ്ലീഷിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ലാംഗ്വേജിന്റെ എഴുതി അങ്ങ് ഫുള്ളാക്കാൻ പറ്റില്ല എത്ര പഠിച്ചാലും. അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ ഇംഗ്ലീഷ് മാർക്ക് കുറഞ്ഞത്. പക്ഷെ അതെന്ത് ചെയ്യും, അത് ഇമ്പ്രൂവ്മെന്റിൽ പിടിക്കുമോ? അപ്പം ആ ടൈം മാനേജ്മെന്റ് ട്രിക്സ് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് പഠിക്കുക, ഇംഗ്ലീഷ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, 1-2-3 വട്ടം പ്രാക്ടീസ് ചെയ്യുക, ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നന്നായിട്ട്. ഓക്കെ. അപ്പം കുറേ കുട്ടികൾക്ക് കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലൊക്കെ പഠിക്കുന്ന കുട്ടിയൊക്കെ ഇംഗ്ലീഷിലെ മാർക്ക് പറയുന്നത്, എല്ലാവർക്കും ഇംഗ്ലീഷിലെ മാർക്ക് പറയുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ ആ രീതിയിൽ പറ്റുണ്ടോ? അടുത്തതൊരു റാപ്പിഡ് ഫയർ റൗണ്ട് ആണ്. ഞാൻ ഒറ്റ വാക്കിൽ ചോദ്യം ചോദിക്കും, അപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നു, കഴിഞ്ഞു. ഓക്കെ. പെട്ടെന്ന് ആൻസർ പറയണം. ചോദ്യമല്ല, ജസ്റ്റ് ഒരു കാര്യം പറയും, അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, ആൻസർ പറയുക. ഒറ്റ വാക്കിൽ പെട്ടെന്ന് മൈൻഡിൽ ചെയ്ത സാധനമില്ലേ, അതങ്ങ് പറയാം. ഓക്കെ. ഫേവറേറ്റ് സബ്ജക്ട്? അക്കൗണ്ടൻസി. ഫേവറേറ്റ് സബ്ജക്ട്? അക്കൗണ്ടൻസി എക്കണോമിക്സ്. ടഫസ്റ്റ് ചാപ്റ്റർ ഇൻ +1 കൊമേഴ്സ്? ഏറ്റവും ടഫായിരുന്ന ചാപ്റ്റർ ഏതെങ്കിലും സബ്ജക്റ്റിലെ? അക്കൗണ്ടൻസിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു ഏറ്റവും ടഫ്.
ഫേവറേറ്റ് സബ്ജക്ട് അക്കൗണ്ടൻസി ആണ്, പക്ഷെ അതിൽ തന്നെ പ്ലസ് വണ്ണിലെ മൊത്തം ടഫ് ചാപ്റ്റർ അക്കൗണ്ടൻസി തന്നെയാണ്. മോർണിംഗ് ഓർ നൈറ്റ് സ്റ്റഡി? നൈറ്റ് എന്ന് പറയുമ്പോൾ 7 to 9. കാൽക്കുലേറ്റർ ഓർ മെന്റൽ മാത്സ്? രണ്ട് യൂസ് ചെയ്യും. ടീ ഓർ കോഫി? ടീ. കോഫി രണ്ടും കുടിക്കും. എല്ലാം ഡബിളാണ്. വൺ വേർഡ് ഫോർ എജുപോർട്ട്? ബെസ്റ്റ്. ബുക്സ് ഓർ ഹാൻഡ് റിട്ടൺ നോട്ട്സ്? രണ്ട് യൂസ് ചെയ്യും. തിയറി ബിസിനസ്സിനെല്ലാം ബുക്സ്. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടൻസി ഓർ ബിസിനസ് സ്റ്റഡീസ്? ഫേവറേറ്റാ അക്കൗണ്ടൻസി. അത് അക്കൗണ്ടൻസിയാണ്. അപ്പോൾ തിയറി സബ്ജക്ട്സിനേക്കാളും പ്രാക്ടിക്കലാണ് കുറച്ചും കൂടി ഇഷ്ടം. പ്ലസ് ടു റിസൾട്ട് വരുമ്പോൾ ആ ഫൈനൽ സ്കോർ എത്രയായിരിക്കും? അത് ഫുൾ A+ തന്നെ വാങ്ങണമെന്നുണ്ട്. ഓക്കെ, എന്നാലും ഫൈനൽ സ്കോർ ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. 1200-ൽ ഒരു റേഞ്ച് പറഞ്ഞു. 1150 അതിന് മുകളിലോട്ടുണ്ടാവും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് കൊമേഴ്സിനെ പറ്റി നിലനിൽക്കുന്ന അല്ലെങ്കിൽ കൊമേഴ്സിനെ പറ്റി മറ്റുള്ളവർ കരുതുന്ന കുറച്ച് മിത്തുകൾ ഞാൻ പറയും. അതിനെ പറ്റിയുള്ള റിയാലിറ്റി എന്താണെന്നുള്ളത് ഷാഹിദിന്റെ അഭിപ്രായം പറയുക. ഷാഹിദിന് എന്താണ് അതിനോടുള്ള ഒരു സമീപനം? ഓക്കെ, ഫസ്റ്റ്, കൊമേഴ്സ് ഈസ് വെരി ഈസി. അല്ല, കൊമേഴ്സ് ഈസി അല്ല. കൊമേഴ്സ് ഈസി അല്ല, ടഫ് അല്ല, ആവറേജ് ആയിട്ടാണ്. അതെങ്ങനെയാണ് അതിനൊന്ന് പറയാൻ പറ്റുക? അതായത് കൊമേഴ്സ് അങ്ങനെ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. അപ്പൊ അതില് പക്ഷേ ഹാർഡും അല്ല, പിടിച്ചാൽ കിട്ടും. ദാറ്റ് മീൻസ് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അതായത് പഠിക്കുവാണെങ്കിൽ ഇത് ഭയങ്കര ഈസി സബ്ജക്റ്റ് ആയിരിക്കും. പഠിക്കുന്നില്ലെങ്കിൽ ഭയങ്കര ടഫുമാണ്. അല്ലാതെ പഠിക്കാതെ വെറുതെ നടന്നാൽ മാത്രം മാർക്ക് അടിക്കാൻ പറ്റുന്ന വിഷയമല്ല. ഓക്കെ, അടുത്തൊരു മിത്താണ് ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി മതി കൊമേഴ്സിൽ. അതായത് കൊമേഴ്സ് മറ്റ് സ്ട്രീമുകളെ പോലെയല്ല, അവസാന നിമിഷം, അതായത് എക്സാമിന്റെ തലേ ദിവസം പഠിച്ചാൽ മാത്രം ഇത്രയും വലിയ മാർക്കുകൾ ജയിക്കാൻ പറ്റുമോ പാസ്സാൻ പറ്റുന്നതല്ല, നല്ല ഹൈ മാർക്ക് മേടിക്കാൻ പറ്റുമെന്നൊരു മിത്ത് ഉണ്ട്. അത് സത്യമല്ല. വൈ? ലാസ്റ്റ് മിനിറ്റിൽ പാസ്സാവാൻ പറ്റുമായിരിക്കും, പക്ഷേ A+ ആ ഭാഗത്തൊന്നും എത്തൂല. അതായത് അവസാന നിമിഷം പഠിച്ചാൽ, അതായത് ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ പറയുന്ന പോലെ പുറത്തുള്ള വിചാരിക്കുന്നതല്ല. ഇനി അടുത്തൊരു കാര്യമാണ് യൂട്യൂബ് മാത്രം മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ കുറെ ഇതുണ്ടാവും ലൈവ് ലാസ്റ്റ് ദിവസം നടക്കുന്നത്. യൂട്യൂബ് ക്ലാസ്സുകൾ മാത്രം കണ്ട ഒരു കുട്ടിക്ക് കൊമേഴ്സിൽ എല്ലാം കിട്ടും എന്നൊരു പെർസ്പെക്റ്റീവ് പറയുന്നുണ്ട്. അതിന്റെ ഒരു അഭിപ്രായം എന്താ? കിട്ടൂല. അതിന് കാരണം എന്താ? യൂട്യൂബ് ക്ലാസ് പറയുമ്പോൾ നമ്മൾ റിവിഷൻ ആയിട്ടാണ് എടുക്കേണ്ടത്. പഠിക്കേണ്ടത് മുന്നേ പഠിച്ചു തീർത്തിട്ട് ഇത് റിവിഷൻ ആയിട്ട് എടുക്കുമ്പോൾ എല്ലാം ഏകദേശം കിട്ടും, സെറ്റ് ആവും. അതായത് ചില ആൾക്കാർ യൂട്യൂബിന് ലാസ്റ്റ് ദിവസത്തെ റിവിഷനാണ് ആദ്യമായിട്ട് കയറി വരിക. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, അതായത് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്കോറിൽ എത്തിക്കാൻ പറ്റില്ല. പാസ്സാവാൻ പറ്റും. ഓക്കെ, അക്കൗണ്ടൻസി ഈസ് ഡിഫിക്കൽട്ടാണ്. പക്ഷെ പഠിച്ചാൽ ഈസിയായിട്ട് മാർക്ക് കിട്ടുന്ന വിഷയം അക്കൗണ്ടൻസിക്ക് ഫുൾ മാർക്ക് ഉണ്ട്. എക്കണോമിക്സ് അതേപോലെയാണ്. തുടക്കത്തിൽ ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷെ പഠിച്ചാൽ എളുപ്പത്തിൽ ഫുൾ മാർക്ക് കിട്ടുന്ന വിഷയം. എങ്ങനെ പഠിച്ചാൽ, അതായത് പല കുട്ടികളും ഇപ്പൊ ഇത് കാണാൻ വിചാരിക്കുന്നുണ്ടാവും, പഠിച്ചാൽ എന്നുണ്ട്, പക്ഷെ ഇത് എങ്ങനെ പഠിക്കും? കാരണം അക്കൗണ്ടൻസി എക്കണോമിക്സും ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികൾ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. അപ്പൊ അവർ വിചാരിക്കും ഫുൾ മാർക്ക്, അക്കൗണ്ടൻസി എക്കണോമിക്സിന് ഫുൾ മാർക്ക് മേടിച്ച ആളാണ് ഇവിടെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹം എങ്ങനെയാ പഠിച്ചത്? അതായത് അവർക്കും പഠിക്കാൻ റെഡിയാണ്. എങ്ങനെ പഠിക്കണം? ബേസ് മുതൽ തുടങ്ങിയാൽ മാത്രമാണോ? ബേസ് മുതൽ തുടങ്ങണം. പിന്നെ ക്വസ്റ്റ്യൻസ് PYQ ചെയ്ത് പഠിക്കണം. PYQ ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ കാര്യം നടക്കും. ഓക്കെ, അതായത് ഇവര് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ആൾക്കാർ 3-4 ചാപ്റ്റർ തൊട്ട് ആദ്യം തുടങ്ങും. ഇവർ ആദ്യമായിട്ട് കാണുന്ന സബ്ജക്റ്റാ, SLC കഴിഞ്ഞ് ആദ്യമായി കാണുന്ന സബ്ജക്റ്റാ. അതിനെ അവസാനത്ത് നിന്നൊക്കെ പഠിച്ചാൽ ഇത് കാര്യം നടക്കൂല. എന്താണ് അതിന്റെ ഒരു ഇത് പറയും, റോഡ് മാപ്പ് പറയും, എങ്ങനെയാണ് അതിൽ ഇത്ര ഫുൾ മാർക്ക് മേടിച്ച ആ ഒരു +1 തൊട്ടുള്ള ഒരു ജേണി പറയോ? അക്കൗണ്ടൻസി എക്കണോമിക്സ്. ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് +1 വരുമ്പോൾ ആദ്യമായിട്ട് എക്കണോമിക്സ് നോക്കുമ്പോൾ ഒരു പഠിച്ചാൽ കിട്ടും, എങ്ങനെ ഇത് അറിയില്ല, ഇതിന്റെ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അത് പഠിച്ചപ്പോൾ കിട്ടി. ഓക്കെ, അതായത് കൊമേഴ്സിൽ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് അറിയപ്പെടുന്നതാണ് ഈ 2 സബ്ജക്ട്. അതിലാണ് പിന്നെ ഷാഹിദ് ഫുൾ മാർക്ക് മേടിച്ചേക്കുന്നത്. അതാണ് ചോദിക്കാൻ കാരണം. അപ്പോൾ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? അതായത് തുടക്കത്തിൽ എങ്ങനെയായിരുന്നു പഠിച്ചത്? ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറിയാൻ പറ്റുമോ? തുടക്കത്തിൽ ഫുൾ തിയറി ആയിരുന്നു. അത് ഫുള്ള് പഠിച്ചു തിയറി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതോ പ്രാക്ടിക്കലാണ് ഇൻട്രസ്റ്റ്? ഓക്കെ, തിയറി പഠിച്ചാലേ പ്രോബ്ലം പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ തിയറി പഠിച്ചിട്ട് PYQ എടുത്തിട്ട് ഒരു 10 years PYQ എടുത്തിട്ട് ചെയ്ത് പഠിച്ചാൽ കിട്ടും. പിന്നെ അതേ പാറ്റേൺ ആയിരിക്കും ക്വസ്റ്റ്യനിൽ വരിക. ഓക്കെ, അങ്ങനെ എജുപോർട്ടിലെ ക്ലാസ്സുകൾ മുഴുവൻ കണ്ടു. അതിൽ PYQs ചെയ്തോ? എജുപോർട്ടിലെ അത് ചെയ്തു. പിന്നെ PYQ കുറെ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ PYQs മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ ഫുൾ മാർക്ക് അച്ചീവ് ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, +1 എജുപോർട്ട് സ്റ്റുഡന്റ് ആയിരുന്നു, +2 എജുപോർട്ട് തന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ എജുപോർട്ടിലെ ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് ഷാഹിദിനെ അട്രാക്ട് ചെയ്തത്? എജുപോർട്ടിൽ ഓരോ ടോപ്പിക് പഠിക്കുമ്പോൾ അതിന്റെ അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ ടോപ്പിക് ഒന്നുകൂടി ഒന്ന് മനസ്സിലാവും, ഡീപ്പായിട്ട് ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, പിന്നെ അതിൽ മറ്റേ ആപ്പിലെ ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോ ഏതെങ്കിലുമൊക്കെ?
വേറെ ഏറ്റവും ഫേവറേറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഈ അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള. പിന്നെ നമ്മുടെ മെന്റർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തായിരിക്കും? മെന്റർഷിപ്പ് അടിപൊളി. ശ്രീലക്ഷ്മി മിസ് ആയിരുന്നു മെന്റർഷിപ്പ്. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് മിസ് ഉണ്ടായിരുന്നത്. മാർക്ക് എക്സാമിന് മാർക്ക് പറഞ്ഞാല് വിളിച്ചു ചോദിക്കും, പിന്നെ ക്ലാസ് പെൻഡിങ് ഉണ്ടെങ്കിലൊക്കെ വിളിച്ചു ചോദിക്കും. ഓക്കെ, അപ്പൊ സപ്പോർട്ടാണ്, വളരെ സപ്പോർട്ടീവ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഫ്രണ്ട് വന്ന് ചോദിക്കുകയാണ്, ഷാഹിദെ എനിക്ക് പൊട്ടിച്ചേരാൻ താല്പര്യമുണ്ട്, അപ്പൊ എന്തായിരിക്കും അവനോട് പറയാ? ധൈര്യം ചേർന്നു പറയും, കോൺഫിഡന്റ് ആയിട്ട് പറയും. ഓക്കെ, അത് ഫ്രണ്ടിനോട് പറഞ്ഞ് സജസ്റ്റ് ചെയ്തിരിക്കും. അപ്പം അങ്ങനെ ആ ഡൗട്ടുള്ള ഫ്രണ്ട്സിനെ പോലെ ഒരുപാട് വ്യൂവേഴ്സ് എന്തുണ്ടാവും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അതായത് എജുപോർട്ട് ബാച്ച് പറയുന്നത്ര നല്ലതാണോ, ശരിക്കും ബാച്ച് ചേർന്നുള്ള കുറെ കുട്ടികൾ ചേരാതെ തന്നെ എന്ത് ചെയ്യും, ഇത് കണ്ടുകൊടുക്കുന്നുണ്ടാവും. അപ്പൊ അവരോട് എന്തൊക്കെയാണ് ഷാഹിദിന് പറയാനുള്ളത്? നല്ലതാണ് ബാച്ച്, ക്ലാസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ എക്സാം അടുപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ് ഉണ്ടാവും, ലൈവ് ക്ലാസ് ഉണ്ടാവും, അതെല്ലാം അടിപൊളിയാണ്. ഒന്നുകൂടി പഠിക്കാൻ റിവൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പം ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പം ഷാഹിദ് പോലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഞങ്ങളോട് ഇത് പറയുന്നത് കാര്യം റിവ്യൂ തന്നെയാണിത്. ഇപ്പം ഷാഹിദ് നേരിട്ട് ഓഫീസിൽ വന്നതുകൊണ്ട് ഞങ്ങളിതൊരു പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. ഒരുപാട് ഇങ്ങനത്തെ റിവ്യൂസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരാറുണ്ട്. അപ്പോൾ ഇനിയും എന്ത് ചെയ്യുക, കൊമേഴ്സ് പഠിക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, എക്സാമിൻ്റെ അവസാന സമയത്ത് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബ് ലൈവ് മാത്രം കണ്ടാൽ മതി എന്ന് വിചാരിച്ചാൽ മാർക്ക് നല്ല രീതിയിൽ കിട്ടില്ല. അങ്ങനെ ഓക്കെ. അപ്പം ഈ രീതിയിൽ പഠിച്ചാൽ, അതായത് കറക്റ്റായിട്ട് ബാച്ച് ചേർന്നിട്ടുണ്ട്, ആപ്പിൽ റിവിഷൻസ് യൂസ് ചെയ്യാറുണ്ട്, പിന്നെ അഡാപ്റ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് തുടക്കം മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് സീരിയസ് ആയിട്ട് പഠനത്തെ എടുക്കുന്നുണ്ട്. ആ രീതിയിൽ പഠിച്ചാൽ നല്ല മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവസാനമായിട്ട് ഷാഹിദിന് നമ്മുടെ പുതിയ ജൂനിയേഴ്സിന് +1 ഇപ്പോൾ കയറിയ കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അവസാനമായിട്ട് അവർ കൊമേഴ്സ് എടുത്ത് കുറേ പേര് പേടിച്ചിരിക്കുകയാണ്, അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. തുടക്കം മുതലേ പഠിച്ചിട്ട് പിന്നെ പ്രോപ്പർ റിവിഷൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും മാർക്കല്ലോ. പിന്നെ ഈസിയാന്ന് വെച്ചിട്ട് ചില ഭാഗങ്ങളൊക്കെ അവർ ഒഴിവാക്കി വിടും. നോട്ട്സ് വായിച്ചിട്ട് ഇതെല്ലാം അറിയാന്നുള്ള ഒരു ഭാഗത്തിൽ ഒഴിവാക്കി വിടും. ആ ഭാഗത്തു നിന്നായിരിക്കും മാർക്ക് പോകുന്നത്. എല്ലാം കവർ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഷാഹിദ്, ഒന്ന് എജുപോർട്ട് സന്ദർശിച്ചതിന്, നമുക്ക് വേണ്ടി ഒരു അഭിമുഖം എടുത്തതിന് എല്ലാത്തിനും താങ്ക് യു. നല്ലൊരു ഫീഡ്ബാക്ക് തന്നതിന്. എന്തായാലും നല്ലൊരു വിജയം, ഇതേപോലെയല്ല ഇതിനേക്കാൾ കൂടുതൽ മേ ബി ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 1200 തന്നെ മേടിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു, ബൈ.